ഇവിടെ കാണുന്നത് ഒരു നിർദ്ധനായ ഒരു അമ്മയുടെ വീടാണ്. ആദ്യം കണ്ട വീട് ജപ്തി ചെയ്ത വീടാണ്. അവരുടെ മകളുടെ ഭർത്താവ് ലോണ് വെച്ച് അത് ജപ്തി ചെയ്തതാണ്. മരുമകൻ ഡൈവോഴ്സ് ചെയ്തു. മോളും ഒരു ആസ്മ പേഷ്യൻ്റാണ്. ഒരു ഹോസ്റ്റലിൽ നിൽക്കുന്നു. വേറൊരു മകളുണ്ട്, വിവാഹം കഴിഞ്ഞ് 2 കുഞ്ഞുങ്ങളുണ്ട്. അതും വളരെ ബുദ്ധിമുട്ടിലാണ് അവരും ജീവിക്കുന്നത്. ഈ വീട്ടിലാണ് ഈ അമ്മ താമസിക്കുന്നത്. അമ്മയുടെ കാര്യങ്ങളൊന്ന് പറഞ്ഞോളൂ. എനിക്ക് ബാത്റൂമില്ല, കറണ്ടില്ല. എത്രയും മൈലുകയാണ് ആവി പിടിക്കുന്നത്. വളരെ ബുദ്ധിമുട്ടിയാണ് ഞാൻ പോകുന്നത്. ദിവസം അമ്മ പോകാറുണ്ടോ? പുറത്തൊക്കെ പോകാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് എനിക്കൊരു കറണ്ടും ഒരു ബാത്റൂമും കിട്ടിയ വലിയൊരു ഉപകാരമായി. ഞാൻ കറണ്ടൊന്നുമില്ലാതെ വെള്ളമില്ലാതെയാണ് ഞാൻ കിടക്കുന്നത്. എനിക്കൊരു വലിയ ഉപകാരമായി കിട്ടിയ. ഈ ജപ്തി ചെയ്ത വീട്ടിൻ്റെ കാര്യം എന്താണ് പറഞ്ഞത്? ജപ്തി ചെയ്ത വീട്ടിൻ്റെ ഇപ്പുറത്താണ് ഞാൻ സെട്ടിലാണ് ഞാൻ കിടക്കുന്നത്. വലിയൊരു ഉപകാരമായി എനിക്ക് കറണ്ടും വെള്ളവും കിട്ടിയ. ഇതാണ് അമ്മ താമസിക്കുന്ന വീട്. ഇതുപോലെ താമസിക്കാൻ ടാർപ്പ് വെച്ചു. ഒരു ചെറിയൊരു ടാർപ്പ് വെച്ചൊരു ഷെഡിൽ കിടന്നതാണ്. അപ്പോൾ കറണ്ടില്ല, ബാത്റൂം സൗകര്യമില്ല, കുടിവെള്ളമില്ല. ഈ ജപ്തി ചെയ്ത വീട്ടിൽ പൈപ്പുണ്ട്, പക്ഷെ അവരെല്ലാം അത് കട്ട് ചെയ്തുകൊണ്ട് പോയിരിക്കുകയാണ്. അങ്ങനെ വളരെ ബുദ്ധിമുട്ടിലായിരുന്നു. ഇവിടെ നിന്ന് 1/2 കിലോമീറ്റർ ദൂരെ നടന്നാണ് അമ്മ റോഡിൽ പോകണം. ഒരു തേരിയൊക്കെ കയറിയാണ് അമ്മ എന്നും വൈകിട്ട് പോയി ആവി പിടിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മെഷീനെല്ലാം അമ്മയെ ചെറിയ രീതിയിലൊക്കെ സഹായിക്കുന്നൊരു വീട്ടിലാണ് അവർ വെച്ചിരിക്കാൻ സൗകര്യം കൊടുത്തിരിക്കുന്നത്. ഇത് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് കൂടുതലായിട്ട് അന്വേഷിച്ചപ്പോൾ അവർക്ക് ചുവര് കെട്ടിക്കഴിഞ്ഞു. അതായത് ഈ അമ്മയുടെ ബന്ധുവിൻ്റെ അനിയത്തിയുടെ വസ്തുവിലാണ് ഇവർ ഷെഡ് കെട്ടി താമസിക്കുന്നത്. എന്തെങ്കിലും ചുവര് കെട്ടിയാൽ അവർക്ക് കറണ്ടിൻ്റെ സൗകര്യം ചെയ്തു കൊടുക്കാമെന്നാണ് അധികൃതർ പറഞ്ഞതായി അറിയുന്നത്. ചുവര് കെട്ടാനുള്ള സാമ്പത്തികമൊന്നും അവരുടെ കയ്യിലില്ല. ഇതിനു വേണ്ടി എന്തെങ്കിലും സഹായം ദയവേത് ചെയ്യുക. നല്ലവരായ ആൾക്കാരോട് പ്രിയ അമ്മ അപേക്ഷിക്കുകയാണ്. ഈ വീട്ടിൻ്റെ ജപ്തി ചെയ്തത് കുറച്ച് പൈസ ഇപ്പോൾ ഈ മാസം അവിടെ നിന്ന് ലെറ്റർ വന്നു എന്നാണ് പറയുന്നത്. ആദ്യം അവർ ചോദിച്ചത് ഒരു 6 ലക്ഷം രൂപയാണ്. 4 ലക്ഷം രൂപ കൊടുത്താൽ അമ്മയ്ക്ക് ഈ വീട് തിരികെ ആ ബാങ്കിൽ നിന്ന് കൊടുക്കാമെന്ന് പറഞ്ഞു. മുഖ്യമന്ത്രിയിൽ നമുക്ക് പരാതി കൊടുത്തിട്ടുണ്ട്, ഈ ജപ്തി ചെയ്ത വീട് തിരികെ ലഭിക്കുമെന്നുള്ള ആ ഓർഡർ വന്നതിന് പ്രകാരം. പക്ഷേ ഇതുവരെ അതിനെക്കുറിച്ച് അറിവൊന്നും ഉണ്ടായിട്ടില്ല. എല്ലാവരും ദയവ് ചെയ്ത് മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക. മാക്സിമം ഈ അമ്മയെ സഹായിക്കുവാനായിട്ട് നിങ്ങളുടെ എല്ലാ സഹകരണവും ചോദിച്ചുകൊള്ളുന്നു. മാക്സിമം അമ്മയ്ക്ക് എത്രയും പെട്ടെന്ന് കുടിവെള്ളത്തിൻ്റെയും ബാത്റൂം സൗകര്യവും കറണ്ടിൻ്റെയും സൗകര്യം ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.